മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നുമെന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. സ്നേഹമുള്ളവരെ, വളരെ സന്തോഷത്തോടെ നിങ്ങൾക്ക് മദർ ഹോമിൽ നിന്ന് ആശംസകൾ നേരുകയാണ്. വീണ്ടും ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ക്രിസ്മസിന് ഒരുക്കമായും ശരീരവും മനസ്സും പാകപ്പെടാൻ മാത്രമുള്ള ചില സന്ദേശങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. തീർച്ചയായും ലോകം മുഴുവനും ഒരു ഡിസംബറിൻ്റെ ഉണർവിലേക്ക് ഒരുങ്ങി വരിക. നമ്മൾ ചുറ്റുവട്ടങ്ങളൊക്കെ നോക്കുമ്പോഴൊക്കെ അറിയാം, ഒരു വല്ലാത്ത ഒരു പിറവിയുടെ എന്തോ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഉത്സവമേളം പ്രപഞ്ചത്തിൽ മുഴുവനുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ ചെടികളൊക്കെ പൂത്തു തുടങ്ങി, മഴയൊക്കെ മാറിയപ്പോഴും മരത്തിലൊക്കെ ഇലകളൊക്കെ വന്നു, കുറച്ചും കൂടെ തളിർത്ത് നിൽക്കുന്നു. എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന തെരുവ് പോലും പൂത്തു. ഉണ്ണീശോ പുല്ലെന്ന് പറഞ്ഞ പുല്ല്, പാറപ്പുറത്ത് മുളയ്ക്കുന്ന പുല്ലൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുക. അതായത് എന്തിനോ വേണ്ടി കാത്തു നിൽക്കുന്ന, ഞാൻ എൻ്റെ ഭാവന പറഞ്ഞാൽ ആരുടെയോ വരവിന് വേണ്ടി താലപ്പൊലി എടുത്ത് നിൽക്കുന്ന പ്രപഞ്ചം. തീർച്ചയായും സന്തോഷമുണ്ട്. ഈ നിമിഷങ്ങളിൽ ഞാനിങ്ങനെ ഓർക്കും, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലേക്ക് കടന്നു പോകുന്ന ചിത്രം നക്ഷത്രത്തിൻ്റെയാണ്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട നമ്മുടെ ചിന്തകളിലൊക്കെ ഒരു നക്ഷത്രമാണ് ആദ്യം കടന്നു വരിക. ഇതാ ഡിസംബർ മാസം 1-ാം തീയതി ആയപ്പോഴേ നമ്മുടെ വീടുകളിലും കടകളിലൊക്കെ നക്ഷത്രം തൂക്കിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഓരോ ഉത്സവങ്ങളുടെയും ഓരോ പ്രതീകങ്ങളുണ്ട്. ഓണത്തിനാണെങ്കിൽ പൂക്കളം ഒരു പ്രതീകമാണ്, ദീപാവലിക്കാണെങ്കിൽ ദീപങ്ങൾ തെളിച്ച് വെക്കുന്ന ഒരു പ്രതീകമാണ്. ഞാൻ ഈ വർഷം ദീപാവലിക്ക് മധ്യപ്രദേശിലെ ഭോപ്പാലായിരുന്നു. ഞാൻ അനുഭവത്തോടെ ഓർക്കും, എന്തോ ഒരു ദീപത്തിൻ്റെ പ്രളയം. മാത്രമല്ല, പടക്കം പൊട്ടിച്ചും ദീപങ്ങൾ തെളിച്ചും ഒരു ജനത എത്രമാത്രം ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. അതുപോലെ ഓരോ ഉത്സവത്തിനുണ്ട് അതിൻ്റെ പ്രത്യേകതകൾ. എങ്കിൽ ഈ ക്രിസ്മസിൻ്റെ പ്രത്യേകതയുള്ള അടയാളം എന്ന് പറയുന്ന നക്ഷത്രമാണ്. എന്താണ് നക്ഷത്രത്തിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്നത്? കിഴക്ക് ദേശത്തുദിച്ച ഒരു നക്ഷത്രത്തെ പിൻചെന്ന് പൂജാ രാജാക്കന്മാരും ഇടയന്മാരും നടന്നു വന്ന് ബെത്ലഹേമിലെ പുൽത്തൊട്ടിയിൽ യേശുവിനെ കണ്ടതിൻ്റെ ഓർമ്മ. ഒരു നക്ഷത്രം കിതക്കൊതിച്ചു. ഈ നക്ഷത്രത്തെ കണ്ടാണ് ഞങ്ങൾ വന്നത്. എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെന്നാണ്
പൂജാ രാജാക്കന്മാർ വന്ന് ഹെറോദോസിനോട് ചോദിച്ചത്, ഹെറോദോസ് ഞെട്ടിപ്പോയതും ഈ ചോദ്യത്തിന് മുമ്പിലാണ്. ഞാനിവിടെ ഉള്ളപ്പോൾ വേറെ രാജാവ് ജനിക്കുകയോ, തൻ്റെ സ്ഥാനങ്ങളൊക്കെ തകിടം മറിക്കാൻ വേറെ രാജാവ് ജനിക്കുകയോ? ഇതാണ് ഹെറോദോസിനെ അസ്വസ്ഥനാക്കിയതും കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ടതും. അതായത് നക്ഷത്രമാണ് ക്രിസ്മസിൻ്റെ പ്രതീകം. ഞാനിങ്ങനെ ചിന്തിക്കും, എന്തായിരുന്നു നക്ഷത്രത്തിൻ്റെ ദൗത്യം? ഈ രാജാക്കന്മാരെ ഇടയന്മാരെയും യേശു പിറന്ന പുൽത്തൊട്ടിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ദൈവരാജ്യത്തിൻ്റെ, ദൈവ അവതാരത്തിൻ്റെ ആ പുണ്യ നിമിഷത്തിലേക്ക് അവരെ എത്തിക്കാനുള്ള ദൗത്യമാണ് ഈ നക്ഷത്രത്തിനുള്ളത്. എങ്കിലും ക്രിസ്മസ് നമുക്ക് നൽകുന്ന ചിത്രം നക്ഷത്രമാണെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കും, ഞാനും നിങ്ങളും ഓരോരുത്തരും നക്ഷത്രമാണ്. ചുറ്റുമുള്ള ആളുകളെ, അത് ഏത് നിസ്സാര വ്യക്തിയാകട്ടെ വലിയ വ്യക്തിയാകട്ടെ, അത് ഇടയനാകട്ടെ രാജാവാകട്ടെ, അവനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് ഓരോ ക്രിസ്തീയ മകനും ഏറ്റെടുക്കേണ്ട ദിനങ്ങളാണ് ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത്, ക്രിസ്മസിൻ്റെ ചിന്ത എന്ന് പറഞ്ഞു വെക്കുന്നത് നക്ഷത്രമാകാനുള്ള വെല്ലുവിളിയാണ്. ഇന്ന് പലപ്പോഴും ഓരോ ഉത്സവങ്ങളിലൂടെ സംഭവങ്ങൾ കടന്നു പോകുമ്പോൾ അത് നമ്മളെ വെല്ലുവിളിക്കുന്നുണ്ട് പലതുമാകാൻ വേണ്ടി. ഞാനിങ്ങനെ ചിന്തിക്കും, സെബസ്ത്യാനോസ് പുണ്യവാളിൻ്റെ പെരുന്നാളിന് പങ്കെടുക്കുമ്പോൾ, കഴുന്നടുത്ത് പോകുമ്പോൾ എന്താണ് പുണ്യവാൾ നമ്മളെ വെല്ലുവിളിക്കുന്നത്? ഇതുപോലെ യേശുവിന് വേണ്ടി അമ്പയക്കാൻ ആരോപണങ്ങളുടെയും അപവാദങ്ങളുടെയും രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും അമ്പയക്കാനുള്ള ധൈര്യമുണ്ടോ എന്നാണ് പുണ്യവാൾ നമ്മളെ വെല്ലുവിളിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ചിന്തിക്കും, ഈ ക്രിസ്മസിന് പുൽക്കൂട്ടിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ നക്ഷത്രം എന്നെ വെല്ലുവിളിക്കുകയാണ്, ഇതുപോലെ എത്ര പേരെ നീ യേശുവിലേക്ക് എത്തിക്കും? യേശുവിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷത്തിലേക്ക് എത്തിക്കുകയാണ്. യേശുവിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ വിജയത്തിലേക്ക് എത്തിക്കുകയാണ്. യേശുവിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ സമാധാനത്തിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് പലപ്പോഴും കാണുന്നത് എന്താ? നക്ഷത്രങ്ങൾ കെട്ടുപോയിരിക്കുന്നു, ആളുകളൊക്കെ ഇരുട്ടത്ത് തപ്പിത്തടയുന്നു, ആരും പുൽത്തൊട്ടിയിലെത്തുന്നില്ല, ആരും പ്രകാശത്തിൻ്റെ ഇടങ്ങളിൽ എത്തുന്നില്ല. കാരണം നക്ഷത്രങ്ങളില്ല. ഞാൻ ചുറ്റുവട്ടങ്ങൾ കാണുമ്പോഴൊക്കെ ഓർക്കും, ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം പോലെയെങ്കിലുമുള്ള നക്ഷത്രങ്ങൾ ഉദിച്ചിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമൂഹം ചിലപ്പോഴൊക്കെ ചുറ്റുവട്ടങ്ങൾ, ചില വ്യക്തികൾ, കുടുംബങ്ങളൊക്കെ ഇരുട്ടത്തൊക്കെ തപ്പിത്തടയുമ്പോൾ അതിനർത്ഥം നക്ഷത്രമാകാൻ മടിച്ചവരെക്കുറിച്ച് ചിന്തിക്കാനാണ് വേണ്ട. നക്ഷത്രമാകാൻ ആരെങ്കിലും തയ്യാറായിരുന്നുവെങ്കിൽ ആ വ്യക്തി യേശുവിലെത്തിയനെ. ഞാനിത് പറയുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഒരിക്കൽ ഒരാൾ പങ്കുവെച്ച ഒരു അനുഭവം എൻ്റെ ഓർമ്മയിൽ കിടപ്പുണ്ട്. സർ, 2-3 ബുക്സ് വേണമായിരുന്നു. കോളേജ് ഫീ അടച്ചായിരുന്നു. അത് മറ്റന്നാൾ അടയ്ക്കണ്ടേ? മറ്റന്നാ പൈസ തരാം, മറക്കാതെ അടയ്ക്കണം കേട്ടോ. എന്നാ സാറേ ഞാൻ മോള് പോയിക്കോ. ജെറിൻ, എന്നാണ്ട് വിശേഷം? സുഖം സാറേ. അപ്പൊ ശരി. അല്ല സാറേ, ഒരു സംശയം ചോദിക്കട്ടെ? സാർ ഒത്തിരി പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, എന്തിനാ പൈസയൊക്കെ വെറുതെ കളയുന്നത്? ജെറിനെ, നമ്മളൊക്കെ നക്ഷത്രങ്ങളാകാൻ വിളിക്കപ്പെട്ടവരാ, വഴികാട്ടുന്ന നക്ഷത്രങ്ങൾ. സാർ എന്തീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കെന്നല്ല, ചിലപ്പോൾ ആർക്കും മനസ്സിലായെന്ന് വരില്ല. നമ്മുടെ സമ്പത്തും ആരോഗ്യവും കഴിവുകളും എല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നാമൊക്കെ നക്ഷത്രങ്ങളാകുന്നത്. അങ്ങനെ ജ്വലിച്ചു നിന്ന ഒരു നക്ഷത്രമാണ് ഷിജോ എന്ന ഈ സാധാരണ പയ്യനെ ഒരു കോളേജ് അധ്യാപകനാക്കിയത്. സാറിന്റെ ലൈഫിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. കഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അതെല്ലാം ജോൺസൺ സാറിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ്. അമ്മയ്ക്കൊരു മനസമാധാനം കിട്ടുന്നില്ല, കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടും. എന്താ അമ്മ ചെയ്യുക? അതിലും വലിയ സങ്കടമാ മോന്റെ പഠനം. അതിപ്പോ എന്ത് ചെയ്യുന്ന അറിയില്ല. അതൊന്നും സാരമില്ല അമ്മേ, +2 വരെ എന്നെ പഠിപ്പിച്ചില്ലേ, അതൊക്കെ മതിയെന്നേ. നിന്റെ പപ്പയുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. അതെങ്ങനെ? നല്ലവർക്കിരിക്കാൻ ഭൂമിയില്ലല്ലോ. അമ്മേ, ഇല്ല, ഞാനൊന്നും ഓർക്കുന്നില്ല. എന്നാലും ഇത്ര ചെറുപ്പത്തിലെ കുടുംബഭാരം ഏറ്റെടുക്കേണ്ടി വന്നൂല്ലോ എൻ്റെ കുഞ്ഞിന്. അതൊന്നും കുഴപ്പമില്ല അമ്മേ. അതെ, ഞാൻ പോവാ. ഇന്ന് തോമാച്ചൻ്റെ അവിടെ പണി. കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ നാളെ വരാൻ പറയും. പോട്ടെ അമ്മേ.
ഷിജോയുടെ വീടല്ലേ ഇത്? അതെ. ഞാൻ ജോൺസൺ. അവന് 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറാ. ആ സാറേ വാ, കയറിയിരിക്കാം. ഇരിക്കു സാറേ. സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓ അതൊന്നും വേണ്ട. ഷിജോ എന്തേ? അവൻ പണിക്ക് പോയേക്കുവാ. പണിക്കോ? അതെ സാറേ, നിവൃത്തിയില്ലാഞ്ഞിട്ടാ. അവൻ്റെ അപ്പം മരിച്ചത് പിന്നെ ഞങ്ങൾ കുറച്ച് കഷ്ടത്തില്ല. ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നതാ. ഒരു നെഞ്ചുവേദന, ചെറിയ 1-2 ബ്ലോക്കും ഉണ്ട്. അതുകൊണ്ട് കട്ടിയുള്ള ഒരു ജോലിയും ചെയ്യാൻ വയ്യ. ഇതൊന്നും അവനറിയില്ല, പറയേ വേണ്ട. ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു. ഓപ്പറേഷൻ എന്നൊക്കെയാ അവർ പറയണേ. എന്നിട്ടോ? അഷ്ടിക്ക് വകയില്ലാത്തവർക്കൊന്നും ചികിത്സ പറഞ്ഞിട്ടില്ല സാറേ. എല്ലാത്തിനും വഴിയുണ്ടാകും. എന്തായാലും നാളെ അവനോട് എന്നെ ഒന്നൊന്ന് കാണാൻ പറയും. എന്നാ ഞാൻ ഇറങ്ങാം. സാറൊരു വെള്ളം പോലും അതൊക്കെ കുടിച്ചില്ലല്ലോ. പിന്നെ ആവുന്നേ. സാറേ. ആ ഷിജോയോ? സാറെന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. നിനക്ക് +2-ന് നല്ല മാർക്കുണ്ടെന്ന് അറിഞ്ഞു. ഇനി എന്താ പ്ലാൻ? പഠനമൊക്കെ നിർത്തി സാറേ. അതെന്താ? വീട്ടു ചെലവ് നടക്കണ്ടേ? അമ്മയും അനിയത്തിമാരില്ലേ, അവരെയൊക്കെ നോക്കണ്ടേ. അപ്പം നിന്റെ ഭാവിയോ? ഭാവിയൊന്നും നോക്കുന്നില്ല സാറേ. അപ്പനങ്ങ് നേരത്തെ പോയില്ലേ, ഞാനല്ലേ ആണായിട്ടുള്ളൂ. കുടുംബം നോക്കാതിരിക്കാൻ പറ്റുമോ? നീ എന്ത് പണിക്കാ പോകുന്നത്? തോമാച്ചൻ്റെ കൊപ്രകളത്തിൽ തേങ്ങ പൊതിക്കാൻ. എടാ, കോളേജിൽ ചേർന്ന ഉച്ചവരെയല്ലേ ക്ലാസ്സുള്ളൂ. ഉച്ച കഴിഞ്ഞാൽ നിനക്ക് പണിക്ക് പോയിക്കൂടെ? സാർ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്. ഉച്ച കഴിഞ്ഞ് ആരാ സാറേ പണി തരുന്നത്? നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്. നാളെ മുതൽ എവിടെയും പണിക്ക് പോണ്ട. എൻ്റെ കുടുംബം പട്ടിണിയാക്കാനാണോ? ഒരു പട്ടിണിയാവത്തില്ല. നിനക്കുള്ള പണിയല്ല ഞാൻ തന്നോളാം. കോളേജിൽ ചേരണം. ക്ലാസ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ ഇങ്ങോട്ട് വന്നാൽ മതി. പണിയൊക്കെ ഇവിടെയുണ്ട്. നിന്റെ പഠനത്തിനും വീട്ടുചെലവിനുള്ള കാശൊക്കെ ഞാൻ തന്നോളാം. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? ഞാൻ കോളേജിൽ ചേർന്നു. അവധി ദിവസങ്ങളിലും ഉച്ച കഴിഞ്ഞും സാറിൻ്റെ പറമ്പിൽ പണിയെടുക്കും. പാവം എൻ്റെ സാറ്. ഉച്ച കഴിഞ്ഞുള്ള പണിക്കും മുഴുവൻ കൂലി തരുമായിരുന്നു. സാറുമാരായ ഇങ്ങനെ വേണം. പിന്നീട് നടന്നത് അതിലും വലിയ അത്ഭുതമായിരുന്നു. എന്താ? ഞാൻ BSc കഴിഞ്ഞു. ഷിജോ, ഇനി എന്താ പ്ലാൻ? ഒരു ചെറിയ ജോലി എന്തെങ്കിലും നോക്കിയാലോ? അതൊന്നും വേണ്ട. നീ MSc ചെയ്യ്. സാർ എന്താ ഈ പറയുന്നത്? അതൊന്നും എന്നെ കൊണ്ട് നടക്കും തോന്നുന്നില്ല. ഷിജോ, സീറ്റ് മെറിറ്റിൽ കിട്ടും. പഠന ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം. MSc കഴിഞ്ഞു, പിന്നീട് MPhil കഴിഞ്ഞു, PhD എടുത്തു. എല്ലാം എൻ്റെ സാറിൻ്റെ കാരുണ്യം. സാറിന് എന്നെ ഒരു കോളേജ് അധ്യാപകനായി കാണണമെന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി എന്നെ കൊണ്ട് നെറ്റ് എഴുതിച്ചു. എൻ്റെ സാറേ, അതാണ് ശരിക്കും സാറ്. എൻ്റെ ജോൺസൺ സാർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോളേജിൽ അധ്യാപകനായിരിക്കുന്നത്. ഇപ്പം മനസ്സിലായോ ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്രം എന്താണെന്ന്? സാറേ. ആ പ്രിയ, എന്തുണ്ട്? സുഖമാണ്? എനിക്ക് ജോലി കിട്ടി സാർ. സാർ എന്നെ സഹായിച്ചോണ്ടാ എനിക്ക് പഠിക്കാൻ സാധിച്ചത്. മോളെ ദൈവം അനുഗ്രഹിക്കും. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഭൂമിയിലെ നക്ഷത്രങ്ങൾ ഇനിയും അസ്തമിച്ചിട്ടില്ല. ഒരു നല്ല ചെറുപ്പക്കാരൻ ഉന്നത വിദ്യാഭ്യാസം നടത്തി PhD വിദ്യാഭ്യാസമായും ഒരു കോളേജിൽ ജോലി ചെയ്യാം. ഒരിക്കലും അവനോട് പറഞ്ഞു വെച്ചു, അച്ഛാ, ഞാനിന്ന് ഇവിടെയാകാനുള്ള കാരണം എന്ന് പറയുന്നത് എന്നെ അന്ന് പഠിപ്പിച്ച സാറാണ് അച്ഛാ. ആ സാറ് കാരണമാണ് ഞാൻ ഈ നിലയെത്തിയത്. ഞാൻ ചോദിച്ചു, എങ്ങനെയാടാ സാറ് നിന്നെ സഹായിച്ചത്? അവൻ എന്നോട് പറഞ്ഞു വെച്ച വാക്ക്, ആ സാർ എനിക്കൊരു നക്ഷത്രമായിരുന്നു അച്ഛാ എന്നാണ് പറഞ്ഞത്. നക്ഷത്രമായിരുന്നു. അപ്പൻ മദ്യപാനം കൊണ്ട് സ്വത്തൊക്കെ തകർത്തു. അവസാനം മദ്യപാനം കൊണ്ട് അപ്പം മരിച്ചു. പാവപ്പെട്ടൊരമ്മ, അമ്മ സാധാരണ പണിയാനൊക്കെ പോയി കുടുംബം പോറ്റാൻ നോക്കുകയാണ്. 4 മക്കളിലെ മൂത്ത മോനാണിവൻ. താഴെ 3 പെങ്ങന്മാർ. ഇവർക്കുള്ളതും മേടിക്കണം, ഇവർക്കുള്ള ആഹാരമുണ്ട്, ഡ്രസ്സ്, ഇങ്ങനെ എല്ലാ കാര്യം. ഇവൻ +1 പഠിച്ചിരുന്ന കാലത്ത് ഇടയ്ക്ക് വെച്ച് സ്കൂളിൽ കുറച്ച് ദിവസം കണ്ടില്ല. ഇവനെ പഠിപ്പിച്ചുകൊണ്ടുന്ന ഒരു ജോൺസൺ എന്ന സാറ് ഒരു ദിവസത്തെ അപ്പ വീട്ടിൽ ചെന്നു. ചോദിച്ചു, ഷിജോ, നീ എന്താടാ സ്കൂളിൽ വരാത്തത്? ഷിജോ പറഞ്ഞു, സാറേ, പഠിക്കണം എന്നൊക്കെ ഉണ്ട് സാറേ,
പക്ഷേ പഠിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. പഠിത്തം പിന്നെ ആകട്ടെ, ഇതാ പപ്പ ഉണ്ടാക്കി വെച്ച കുറേ കടങ്ങളുണ്ട്. മാത്രമല്ല മമ്മിയാണ് പണിയാൻ പോയിക്കിടുന്നത്, മമ്മിക്ക് സുഖമില്ല. അതുകൊണ്ട് ഞാൻ ഈ വർഷം പഠിക്കുന്നില്ല സാറേ. ഞാൻ ഈ വർഷം അത്യാവശ്യം പണിയാനൊക്കെ പോയി. ആ ചേട്ടൻ്റെ വീട്ടിലും ഇവിടെ സ്ഥലത്ത് തേങ്ങ പൊതിക്കാൻ വേണ്ടി പോയി. ഞാൻ അത്യാവശ്യം വീട്ടിലെ കാര്യം നോക്കിയിട്ട് പിന്നെ പഠിക്കാം. പഠിച്ചില്ലെന്ന് വെച്ചാൽ എൻ്റെ ഉത്തരവാദിത്തമൊക്കെ നിറവേറ്റാൽ മതി സാറേ. സാറിങ്ങനെ ആലോചിച്ചു, എടാ നീ നാളെ സ്കൂളിലേക്ക് വാ. അവൻ സ്കൂളിലേക്ക് വന്നപ്പോൾ സാറ് പറഞ്ഞു, നിന്നോട് പഠിക്കാൻ ഞാൻ വരാൻ പറഞ്ഞാൽ നീ ക്ലാസ്സിൽ വരുമായിരിക്കും, പഠിക്കാനുള്ള പുസ്തകമൊക്കെ നിനക്ക് മേടിച്ചു തരാൻ പറ്റുമായിരിക്കും. പക്ഷെ അത് മാത്രം പോരല്ലോ, നിൻ്റെ വീട്ടിലെ ചിലവ് കൂടെ വഹിക്കണ്ടേ. ഒരു കാര്യം ചെയ്യടാ മോനെ, നീ ശനിയാഴ്ച നീ തേങ്ങ പൊതിക്കാൻ പോകുന്ന ആളല്ലേ, ശനിയാഴ്ച എൻ്റെ പറമ്പിൽ പോരടാ തേങ്ങ പൊതിക്കാൻ തുടങ്ങി. തേങ്ങ പൊതിച്ചപ്പോൾ സാർ അവന് പണിക്കൂലി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ വേറെ എവിടെയും പണിയാൻ പോകണ്ട, നീ ഇങ്ങോട്ട് പോരെ. പലപ്പോഴും ഇവന് പണി ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു സാറ്. കാരണം ഇവൻ പണിയെടുത്തായാലും പഠിക്കണം. അങ്ങനെ ഇവൻ +1 പഠിച്ചു, +2 പഠിച്ചു. +2 പഠിക്കുമ്പോൾ ഇവന് സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോകണം. എല്ലാവരും പോവുകയാണ്, ഇവന് പോകാനുള്ള പൈസയില്ല. പക്ഷേ സാർ ഇവൻ്റെ കൂട്ടുകാരെ കൂടെ പഠിക്കുന്ന പിള്ളേരെ വിളിച്ചോടാ, നിങ്ങളൊക്കെ പോകുമ്പോൾ ഇവനും പോകണ്ടേ, അതുകൊണ്ട് അവനെ അറിയാതെ നിങ്ങൾ അവൻ്റെയും കൂടെ പൈസ എടുക്കണം, ഞാനും തരാടാ പൈസ. ആ സാറ് എല്ലാവരെയും പ്രേരിപ്പിച്ച് അവന് വേണ്ടി പൈസയൊക്കെ സൂക്ഷിച്ച് എല്ലാവരും എക്സ്കർഷൻ പോകാനുള്ള 2000 രൂപ ഇവന് വേണ്ടി സാറ് മുൻകൈ എടുത്തുണ്ടാക്കുന്നു. ഇവൻ പറഞ്ഞു വെച്ചു, അന്ന് ഞാൻ അറിഞ്ഞില്ല ഈ സാറാണ് എനിക്ക് വേണ്ടി പൈസ ഉണ്ടാക്കി തന്നെ. മാത്രമല്ല ഇവൻ അത് കഴിഞ്ഞ് പോകുമ്പോൾ എക്സ്കർഷൻ പോകുമ്പോൾ നല്ല ടീഷർട്ട് അണ്ടണം എന്ന് പറഞ്ഞ് മേടിച്ചു കൊടുത്തു വിട്ടു. +2 നല്ല മാർക്ക് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നിനക്കിനിയും പഠിക്കണ്ടേടാ, പഠിച്ചോ. അന്നേരം അവൻ BScക്ക് പോകുമ്പോഴും സാർ ഇതേപോലെ പറഞ്ഞു വെച്ചു, നീ വിഷമിക്കണ്ട, നിൻ്റെ ഫീസ് ഞാൻ തരാം, നിനക്ക് പഠിക്കാൻ പോകാനുള്ള പാൻ ഷർട്ട് ഞാൻ മേടിച്ചിടാം. ഇങ്ങനെ സാറ് ദൂരെ ഇരുന്ന് ഇവനെ സഹായിക്കുകയാണ്. BSc കഴിഞ്ഞപ്പം പറഞ്ഞു, എടാ നീ നല്ല ബുദ്ധിയുള്ള പയ്യനാണ്, നീ MScക്ക് പോടാ. മെറിറ്റിൽ തന്നെ MSc കിട്ടി. MSc പഠിച്ചപ്പോഴും സാർ ഇതേപോലെ തന്നെ ഇവന് വേണ്ടി എല്ലാവരുടെ സഹായം ചോദിച്ചും സാറ് മേടിച്ചു കൊടുത്തും. അത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, MSc ജയിച്ചില്ലേ, നീ MPhil എഴുതാം. സാർ എന്തിനാ ഇങ്ങനെ എനിക്ക് വേണ്ടി ഉദ്യോഗിക്കുന്നു, എനിക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നു. സാറ് പറഞ്ഞടാ, നീയൊക്കെ വളർന്നു വരുന്നിട്ട് വേണ്ട, ഈ നാട്ടിൽ നല്ല കോളേജ് അധ്യാപകനുണ്ടാണ്. MPhil കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ട് PhD ചെയ്യിപ്പിച്ചു. PhD കഴിഞ്ഞോട് നെറ്റ് എഴുതുക, എഴുതി ജയിച്ചു. ഇന്ന് ഷിജു എന്നോട് പറഞ്ഞു, അച്ഛാ ഞാനിന്ന് കോളേജിൽ ഒരു അധ്യാപകനാണ്. ഈ കോളേജിൽ അധ്യാപകനായി നിൽക്കുമ്പോൾ എനിക്കറിയാം ഇതിൻ്റെ പുറകിൽ ഈ സാറിൻ്റെ താല്പര്യമുണ്ട്. എന്നിട്ട് പറഞ്ഞു വെച്ചു, എൻ്റെ ജീവിതത്തിൽ ആ +1 കാലഘട്ടത്തിൽ ഞാനിങ്ങനെ കരിന്തിരി കത്തുന്ന കാലഘട്ടത്തിൽ എൻ്റെ വിളക്കിൽ എണ്ണ ഒഴിച്ച് കത്തിച്ചു സാറ്. ഇരുട്ട് വീഴുന്ന എൻ്റെ ആകാശത്തിൽ സാറ് നക്ഷത്രമായി ഉദിച്ചു നിന്നു. മാത്രം സാറ് പൈസ തന്നു എന്നതിനേക്കാൾ കൂടുതൽ, മോനെ നീ പഠിക്കണം, നീ മിടുക്കനാണ്, നീ മുന്നോട്ട് പോകണം, ഓരോ ഘട്ടത്തിലും മനസ്സ് മടുക്കുമ്പോൾ നീ മുന്നോട്ട് പോകണ്ടടാ, നിനക്ക് എന്താടാ വേണ്ടതെന്നും അന്ന് ചിന്തിച്ച ആ സാറ് ഈ യുവാവിൻ്റെ ജീവിതത്തിലെ നക്ഷത്രമായി മാറുക. പ്രിയപ്പെട്ട, ഞാനത് കേട്ടപ്പോൾ ഓർത്തു, നിങ്ങൾക്കും എനിക്ക് എത്രയോ പേർ ജീവിതത്തിൽ നക്ഷത്രമാകാൻ പറ്റും. പൈസ കൊടുത്തത് മാത്രമല്ല, പഠിക്കാൻ കൊടുത്ത പ്രചോദനം, കൂട്ടുകാരെ പ്രേരിപ്പിച്ചത്, നേർവഴി കാണിച്ചു കൊടുത്തത്, ഇന്നത് ചെയ്യണമെന്ന് ശാഠ്യം പിടിച്ചത്, ചെയ്യാത്തപ്പോൾ തിരുത്തിയത്, അതെ നക്ഷത്രമെന്നും മുന്നോട്ട് നയിക്കും. നക്ഷത്രമെന്നും മുന്നോട്ട് നയിക്കും. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ വീടിൻ്റെ മുറ്റത്ത് കെട്ടുന്ന നക്ഷത്രമല്ല പ്രധാനപ്പെട്ടത്. ഞാൻ എൻ്റെ മനസ്സിൽ കെട്ടേണ്ട ഒരു നക്ഷത്രമുണ്ട്. എത്ര പേരെ ഞാൻ മുന്നോട്ട് നയിക്കുന്നുണ്ട്, എത്ര പേരെ ഞാൻ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നുണ്ട്, എത്ര പേരെ ഞാൻ പടുതി ഉയർത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ പലരുമൊക്കെ അവനെ തിന്മയിലേക്ക് നയിക്കുന്ന ചൂട്ടുവട്ടങ്ങളാണ്. കള്ളു കുടിക്കാൻ പ്രേരിപ്പിച്ചു, തെറ്റിലേക്ക് പ്രേരിപ്പിച്ചു, അശുദ്ധിയുടെ ബന്ധങ്ങളെ പ്രേരിപ്പിച്ചു. ഇങ്ങനെ അവനെ പുറകോട്ട് വലിക്കുന്ന, മറിച്ച് എന്താണ് ദൈവികമായ പദ്ധതി? ഒരാളെ മുന്നോട്ട് നയിക്കണം, ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം. ഞാൻ ബൈബിൾ വായിച്ചു പോയപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം ഞാൻ ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ 1-ാമത്തെ അധ്യായം 35-ാമത്തെ വചനത്തിൽ സ്നാപ യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാർ തന്നെ തേടി വരുമ്പോൾ യേശു നടന്നു പോകുന്നു. സ്നാപ യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്. യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ആ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അവർ യേശുവിൻ്റെ പിന്നാലെ പോയി. അവർ ചോദിച്ചു, ഗുരു അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? വന്ന് കാണുക. അവർ ചെന്ന് കണ്ടു, അവൻ്റെ കൂടെ വസിച്ചു,
അവൻ്റെ ശിഷ്യരായി മാറി. അതായത് യേശുവിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത യോഹന്നാനുണ്ട്. നിങ്ങൾ പോകേണ്ട വഴി അതാണ്, നിങ്ങൾ എത്തേണ്ട സ്ഥലം അതാണ് എന്ന് കാണിച്ചു കൊടുത്ത സ്നാപക യോഹന്നാനാണ് ഇവരുടെ മുമ്പിലെ നക്ഷത്രം. പ്രിയപ്പെട്ട, ഇതുപോലെ ചില ആളുകളുടെ മുമ്പിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും, നീ ഈ വഴിക്ക് പോകണം, ഈ വഴിയാണ് ശരിയായ വഴി, നീ ഇങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നും. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ വചനം ഒന്നും കൂടെ മനസ്സിൽ കൊണ്ടുവരണം പ്രിയപ്പെട്ടവരെ. അതിനാൽ തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ട് ഇടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവർക്ക് നേർവഴി ഒരുക്കുവിൻ. മുടന്തുള്ള പാദങ്ങളുള്ള വ്യക്തിക്ക് നടക്കാൻ വിഷമാണ്. ആ വഴിയിൽ കുണ്ടും കുഴിയാണെങ്കിൽ അവൻ്റെ പാദങ്ങൾ പിന്നെയും കുഴി വീഴും. ചിലപ്പോൾ അവൻ്റെ മുടന്ത് കൂടും, അവൻ്റെ കാലിൻ്റെ ലിഗ്മെൻസ് പൊട്ടിയെന്ന് വരും, മുട്ടിൻ്റെ ചിരട്ട തന്നെയെന്ന് വരും. ചിലപ്പോൾ അവൻ വീണ്ടും അബദ്ധത്തിലാവും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ആ പാത നേരെയാക്കണം. ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, സുഖപ്പെടാൻ തക്കവിധം നേർവഴി ഒരുക്കുവിൻ. പ്രിയപ്പെട്ടവർ, ഒരുപാട് പാദങ്ങൾ മുടന്തുള്ളതാണ്, നടക്കാൻ പറ്റുന്നില്ല. വഴിയൊക്കെ കുണ്ടും കുഴിയും കളിച്ച വഴികളാണ്. നടന്നു പോയാൽ മുട്ടിടറും, കാലിൻ്റെ കണ്ണ ഇളകിപ്പോകും. ആ നേരത്തെ എന്ത് ചെയ്യണം? മുമ്പേ പോകുന്നവൻ എന്ത് ചെയ്യണം? അവൻ ആ വഴി ലെവലാക്കി പോകണം. പുറകെ വരുന്നവർക്ക് നടന്നു വരാൻ വേണ്ടി വഴിയൊരുക്കി മുന്നിൽ പോകാൻ സാധിക്കണം. ആത്മീയതയിൽ മാത്രമല്ല, ഭൗതിക മേഖലയിൽ ഓർക്കണം, അനേകർക്ക് വേണ്ടി വഴിയൊരുക്കി കടന്നു പോകുന്നണം. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്, സ്നാപകന്മാർ പഠിപ്പിച്ചത്, വളഞ്ഞ വഴികൾ നേരെയാക്കുവാനെന്നും പാതകൾ വെടിപ്പാക്കുവാനെന്നും. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ചിന്തയും സന്ദേശവും അതാണ് പ്രിയപ്പെട്ടവരെ. പാതകൾ നേരെയാക്കുവാനും നടന്നു പോകാനുള്ള വഴിയൊരുക്കുവിൻ. പ്രത്യേകമായി നക്ഷത്രമായി പ്രകാശമായി നിൽക്കുവിൻ. ചുറ്റിലുമൊക്കെ അന്ധകാരമാണ്, പലർക്കൊക്കെ നടക്കാൻ പറ്റുന്നില്ല, പലരുടെയൊക്കെ ജീവിതത്തിൽ ഇരുട്ടുകാരന് മുന്നോട്ട് പറ്റുന്നില്ല. ഒരു പന്തമായി, ഒരു തീപന്തമായി, ഒരു തീജ്വാലയായി നീ കത്തി നിൽക്കണം. ആ തീജ്വാല നക്ഷത്രമായി മാറണം. മനസ്സിലൊരു നക്ഷത്രമാകാനുള്ള ദൗത്യമാണ് ഈ ക്രിസ്മസ് നിങ്ങൾക്ക് തരുന്നത്. അതായത് എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അനേകർക്ക് പ്രകാശമാകാൻ വേണ്ടി ഞാനൊരു നക്ഷത്രമായി വിരിഞ്ഞു നിൽക്കണം. അത് ഓരോ വ്യക്തി ഓർക്കണം. എൻ്റെ കൂടെ വരുന്ന വ്യക്തിക്കും എൻ്റെ പിന്നാലെ വരുന്ന വ്യക്തിക്കും ഞാൻ മുമ്പിലൊരു നക്ഷത്രമാണ്. അവൻ എന്നെ കണ്ടാണ് നടക്കേണ്ടത്, എൻ്റെ വഴികൾ കണ്ടാണോ നടക്കേണ്ടത്, ഞാൻ ചെയ്യുന്നത് കണ്ടാണോ നടക്കേണ്ടത്, അവൻ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത്. മുമ്പിൽ നടന്നു പോകുമ്പോൾ തീർച്ചയായും നമുക്ക് സങ്കടവും വിഷമങ്ങളും ഉണ്ടാകാം. രാവിലെ ആദ്യം നടക്കുന്നവൻ്റെ മുഖത്താണ് ചുക്രുവല പറ്റുക. ആദ്യം നടക്കുന്നവനാണ് ചിലപ്പോൾ അബദ്ധം ചെന്ന് ചാടുക. എങ്കിലും മുമ്പിൽ നടക്കാൻ ആളുണ്ടാകണം. മുമ്പിൽ നടന്നവർ മാത്രമാണ് എവിടെയെങ്കിലും എത്തിയിട്ടുള്ളൂ. മുമ്പിൽ ആരെങ്കിലും നടക്കാൻ തയ്യാറായാലേ പുറകിൽ വരുന്നവർക്ക് എവിടെയെങ്കിലും തീർന്നെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത വഴികളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു വെക്കും, നിങ്ങൾ ഓരോരുത്തരും വ്യക്തി മുമ്പിലും വരേണ്ട നക്ഷത്രമാണ്. ഓരോരുത്തരും ഓർക്കണം, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലും വെച്ചൊക്കെ നക്ഷത്രമായി വരും. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലഘട്ടം ഞാൻ ഈ നക്ഷത്രങ്ങളെ കൊണ്ട് സമർപ്പിക്കുന്നു. ഞാൻ കാണുന്ന ചുറ്റുവട്ടങ്ങളിൽ അനേകം നക്ഷത്രങ്ങൾ ഞാൻ കാണുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ തന്നെ ഞാൻ ഈ ഭൂമിയിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരുപാട് നക്ഷത്രങ്ങളായി ആളുകൾ അഭിവാദനം ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കാം. മറ്റുള്ളവരെ വേണ്ടി മുമ്പിൽ നിന്ന് വഴി കാണിച്ചു കൊടുത്ത ഒരുപാട് പേരെ, പ്രത്യേകിച്ച് ഞാൻ ഓർക്കും, ഒരുപാട് അധ്യാപകരെ ഞാൻ ഓർക്കും. ഞാനൊക്കെ എൻ്റെ വ്യക്തിജീവിതത്തിൽ ഓർത്ത് വെക്കും. പ്രസംഗിക്കാൻ ആദ്യം മടി തോന്നിയപ്പോൾ എന്നെ പിടിച്ചെടുത്ത് ഈ പ്രസംഗിച്ചോടാ എന്ന് പറഞ്ഞ ആ തോമസ് മാഷ് നൽകിയ പ്രചോദനത്തിൽ ഞാനൊന്നൊരു പ്രസംഗനായി. ചിലപ്പോഴൊക്കെ ഇതുപോലെ എത്രയോ പേര് തോറ്റപ്പോഴും സാറിലൂടെ ജയിക്കുമെന്ന് പറഞ്ഞ് വീണ്ടും പഠിപ്പിച്ച ട്യൂഷൻ പറഞ്ഞ ഉഷ ടീച്ചറായിരിക്കാം, ആ സാറായിരിക്കാം. ഇവരൊക്കെയാണ് നിന്നെ വളർത്തുന്നത്. ഇങ്ങനെ ഒരുപാട് നക്ഷത്രങ്ങളെ ഞാൻ കാണുന്നു ഈ ഭൂമിയിലും. പ്രത്യേകിച്ച് തങ്ങളുടെ സ്വന്തമൊന്നും അല്ലാത്ത അനേകർക്ക് വേണ്ടി നേർവഴികൾ ഒരുക്കി കൊടുത്ത് പറഞ്ഞു കൊടുത്ത് വിട്ട ഒരുപാട് ശ്രേഷ്ഠരായ ഗുരുബോധർക്ക് വേണ്ടി അവരാണ് നക്ഷത്രങ്ങളായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ അവരെ അഭിവാദനം ചെയ്യാം. കഴിഞ്ഞ ദിവസം ഒരു പെങ്കൊച്ചുണ്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് സ്പോർട്സ് കോട്ടയിൽ സെലക്ഷൻ കിട്ടി, ഞാൻ കളിക്കാൻ പോകുമ്പോൾ എനിക്ക് ഷൂസില്ല. എൻ്റെ സ്കൂളിലെ ഒരു ടീച്ചറാണ് എനിക്ക് പൈസ തന്നിട്ട് മോളെ ഷൂസ് മേടിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് അവൾ ഇന്ത്യൻ ടീമിൽ കളിക്കുകയാണ്. അന്ന് ആ ഷൂസ് മേടിച്ചു കൊടുത്ത ടീച്ചർ അവളുടെ മുമ്പിൽ ഇന്നും നക്ഷത്രമായി നിൽക്കുക. പ്രിയപ്പെട്ട, നിങ്ങൾക്കിങ്ങനെ ഒരാൾക്ക് മുമ്പിൽ ഒരു നക്ഷത്രമാകാൻ പറ്റുകയല്ലേ? നിങ്ങൾക്കൊരാൾക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകാനുള്ള വെളിച്ചം കാണിച്ചു കൊടുക്കാൻ പറ്റുകയല്ലേ? ആകണം.
അതുകൊണ്ട് ക്രിസ്മസിന് ഞാൻ പറഞ്ഞു വെക്കും, മുറ്റത്ത് നക്ഷത്രങ്ങൾ കെട്ടിയില്ലേലും കുഴപ്പമില്ല, മനസ്സിൽ നക്ഷത്രം കെട്ടണം. പള്ളിയിൽ നക്ഷത്രം കെട്ടിയില്ലേലും കുഴപ്പമില്ല, അച്ഛൻ പള്ളിയിൽ ഒരുപാട് പേർക്ക് നക്ഷത്രമായി മുമ്പിൽ നിൽക്കണം. നിങ്ങളുടെ വീടുകളിലും പരിസരങ്ങളിലും ഒക്കെ വൈദ്യുത ദീപങ്ങൾ അലങ്കരിച്ചില്ലേ കുഴപ്പമില്ല. ഈ ദിവസം ഈ ക്രിസ്മസിന് ഒരാൾക്കെങ്കിലും മനസ്സിൽ ഒരു പ്രകാശമായി വിരിയുന്ന നക്ഷത്രമായി വരണം. അതുകൊണ്ട് നക്ഷത്രമാകാനുള്ള ദൗത്യത്തിലേക്ക് നിങ്ങൾ ഞാൻ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ക്രിസ്മസ് നക്ഷത്രമാകാനുള്ള ഒരു ആഹ്വാനമാണ്. ഓരോരുത്തരും തങ്ങൾ ജീവിത സാഹചര്യങ്ങളിൽ ഒരു നക്ഷത്രമായി ഗ്രാമത്തിൽ, വീട്ടിൽ, ഇടവകയിൽ, ചുറ്റുവട്ടത്തിൽ ഉയർന്നു നിൽക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നക്ഷത്രമായി പ്രകാശമായി വിരിഞ്ഞു വന്ന തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങളിലും നക്ഷത്രമാകാൻ അങ്ങ് ഞങ്ങളെ വിളിക്കുന്നു. ഞങ്ങളുടെ ചുറ്റിലും ഒരുപാട് ആളുകളുണ്ട് അന്ധകാരത്ത് തപ്പുന്നവർ. ഇവർക്ക് ദൂരെ എവിടെയോ വിറന്നു വീഴുന്ന ദൈവസ്നേഹത്തിൻ്റെ ഉണ്ണീശോയെ കാണാൻ ഒരു നക്ഷത്രമായി എന്നെ ഒരുക്കണമേ. ചുറ്റും ഇരുള് വരക്കുമ്പോൾ ചില ജീവിതങ്ങൾക്ക് മുമ്പിൽ നടന്നു പോകാനായി ഒരു നക്ഷത്രമായി എന്നെ മാറ്റണമേ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ എന്നാലാവുന്ന രീതിയിൽ ഒരു ദീപമായി മാറാൻ, മറ്റുള്ള മുമ്പിൽ പ്രകാശമായി മാറാൻ ശക്തിപ്പെടുത്തണമേ. അനേകർക്ക് വേണ്ടി നക്ഷത്രങ്ങളായി മാറിയ എല്ലാ ആദരണീയ ജീവിതങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവിടെ ജീവിതങ്ങൾക്കൊത്ത പ്രതിഫലം കൊടുക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Sleigh. A day or two ago